ക്യാൻവാസ്, ഭിത്തി തുടങ്ങിയ പരന്ന പ്രതലങ്ങളിൽ ഒട്ടുമിക്കവാറും ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ചുവർചിത്ര രചനാരീതി ഇപ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹത്തിലേക്ക് കൂടി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതും പൂർണ്ണമായും ഒരു സംസ്കൃത ധ്യാന ശ്ലോകത്തിന്റെ പിൻബലത്തോടെ. ഒരു വേള ചുവർചിത്രകലയിൽ ഇത്തരത്തിൽ ഒരു പരീക്ഷണം തന്നെയാവാമെന്ന് കലാകൃത്ത് പറയുന്നു. വളയഞ്ചിറങ്ങര സ്വദേശിയും ചുവർചിത്ര കലാകാരനുമായ പുത്തൻകോട്ടയിൽ പി രാജേന്ദ്രൻ കർത്തയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത കൃഷ്ണവിഗ്രഹമാണ് ഇതിനായി ഇദ്ദേഹം ഉപയോഗിച്ചത്. പണ്ഡിതരാജൻ കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് രചിച്ച ധ്യാന ശ്ലോകത്തെയാണ് ചുവർചിത്രകല ആവശ്യപ്പെടുന്ന ചിട്ടവട്ടങ്ങളോടെയുള്ള വർണ്ണാവിഷ്കാരത്തിനു വേണ്ടി ആശ്രയിച്ചിട്ടുള്ളത്. മഷിപ്പുവ, മണിമാല, വീരാളിപ്പട്ട് തുടങ്ങി ചുവർചിത്രത്തിലെ അലങ്കാരങ്ങൾക്ക് പുറമെ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതുപോലെ ഭഗവാന്റെ നിറവും ആഭരണങ്ങളും വസ്ത്രത്തിന്റെ സവിശേഷതയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പഞ്ചവർണ്ണ പ്രയോഗത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. റണ്ണിംഗ് ഡിസൈനിലെയും റിപ്പീറ്റിംഗ് ഡിസൈനിലെയും അലങ്കാരവും കലാസൃഷ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭിത്തിയിലും ക്യാൻവാസ് ഉൾപ്പെടെയുള്ള പ്രതലങ്ങളിലും വിപണനാടിസ്ഥാനത്തിൽ തന്നെ മ്യൂറൽ പെയിന്റിംഗ് വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട്. എന്നാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ തീർത്ത ഒരു പ്രതിമയിൽ ഫൈൻ ആർട്സ് രീതിയിലുള്ള നിറങ്ങളെ പാടെ മാറ്റിയ ശേഷം പൂർണ്ണമായും ചുവർചിത്ര ശൈലിയിൽ പ്രശസ്തനായ ഒരു സംസ്കൃത പണ്ഡിതന്റെ ധ്യാന ശ്ലോകത്തെ ആധാരമാക്കി ഇത്തരത്തിൽ വർണ്ണാവിഷ്കാരം നടത്തുന്നത് വളരെ വിരളമാണ്. കൃഷ്ണപ്രതിമയിലെ രചനയെക്കുറിച്ച് കലാകൃത്ത് പറയുന്നു. 2 ആഴ്ചയിലേറെ സമയമെടുത്താണ് കലാസൃഷ്ടി പൂർത്തീകരിച്ചത്. വളയഞ്ചിറങ്ങര വടക്കേടത്ത് പുത്തൻവീട് വിജയാംബിക വിശ്വദാസ് ദമ്പതികളുടെ വീട്ടിലെ പൂജാമുറിയിലേക്കായിട്ടാണ് ഇത്തരത്തിലൊരു കലാസൃഷ്ടി പ്രത്യേകം ഒരുക്കിയത്. കേരള കാർട്ടൂൺ അക്കാദമി സംസ്ഥാനതല പുരസ്കാരം, അധ്യാപക കലാവേദിയുടെ മികച്ച ചിത്രകാരനുള്ള പുരസ്കാരം, കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം, ആർട്സ് ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ കലാദർപ്പണം അവാർഡ്, ഗുരുനിത്യ ചൈതന്യാദി അവാർഡ്, മലയാള പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം കരസ്ഥമാക്കിയിട്ടുണ്ട് ചുവർചിത്ര കലാകാരനായ പുത്തൻകോട്ടയിൽ പി രാജേന്ദ്രൻ കർത്ത.